ഇനി നീ അതിന്റെ പേരിൽ എന്റെ തലയിൽ കയറാൻ വരണ്ട. ഞാൻ കുറച്ച് ലേറ്റായി, ശരിയാ. പക്ഷെ ഞാൻ ഫിറ്റൊന്നും അല്ല. ആ കുടിച്ചത് 3 പെഗ്ഗ. എന്റെ പൊന്നരണേ, നീ കുറച്ചൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ആകണം. എന്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്തോണ്ടാ ഇന്നത്തെ ദിവസം ഞാൻ അലഞ്ഞതിന് കണക്കില്ല, അറിയോ? എല്ലാ ബിസിനസ്സുകാരുടെയും ജീവിതത്തിൽ കഷ്ടകാലവും നല്ല കാലവും മാറി മാറി വരും. അച്ഛൻ പണ്ട് പറയുമായിരുന്നു, നല്ല കാലത്ത് എല്ലാവരും പുറകെ നടന്ന് കുട പിടിച്ചു തരും. മഴയും കാറ്റും വരുമ്പോ കുടമടക്കി അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്യും. ചീത്തക്കാലത്തും കൊട പിടിച്ചു തരാൻ ആളുണ്ട്. പക്ഷെ അവരുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. മനസ്സിലായില്ല. നന്ദു 20 ലക്ഷം രൂപ തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. സത്യം? ഞെട്ടണ്ട, സത്യം തന്നെയാ. അവൻ തരും. നിനക്കെങ്ങനെ അറിയാം? നീ പോയി ചോദിച്ചോ. അത് ശരി, അവള് പോയിരിക്കുന്നു അവനോട് പോയി ഇരക്കാൻ. അപ്പൊ അവൻ വലിയ ദാനധർമ്മിഷ്ഠൻ. പെണ്ണുങ്ങൾ 3 ചോദിച്ചാ അവൻ 20 കൊടുക്കും. എടീ, വേറെ ആരുടെങ്കിലും ഭാര്യ ആയിരുന്നെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ചോദിച്ചേനെ. ഇതിപ്പോ നീ എന്റെ ഭാര്യയായി പോയി. മലർന്നു കിടന്ന് തുപ്പരുതല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായി. പക്ഷെ അരുണയെ നിങ്ങൾ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഞാൻ 10-14 കൊല്ലം താമസിച്ചതാണല്ലോ. ഇന്നലെ കണ്ട നന്ദു എന്നെ മനസ്സിലാക്കിയ എത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. നാട് നീളം അലഞ്ഞു നടന്ന് കള്ളം വരച്ച് കയറ്റി ഇവിടെ കയറി വന്ന് കൂനി പിടിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ അയാളോട് ചോദിച്ചതൊന്നുമല്ല, അയാൾ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞു. അത് എന്നോടുള്ള റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾക്കെന്നെ വിലയില്ലെങ്കിലും മറ്റുള്ളവർക്കുണ്ട്. ഓ, ഇന്നലെ കണ്ട നന്ദു ആണല്ലോ 10-14 കൊല്ലം കൂടെ താമസിച്ച എന്നെക്കാൾ മനസ്സിലാക്കിയത്. അയാളുടെ കാശ് മേടിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. കമ്പനിയെ രക്ഷിക്കാൻ വേണമെങ്കിൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ എല്ലാരും ജപ്തി ചെയ്തോണ്ട് പോട്ടെ. നമുക്ക് 3 പേർക്കും കൂടെ വല്ല വിഷവും വാങ്ങിച്ചു തിന്നങ്ങ് ചാവാം. കുടിച്ചു കുടിച്ച് കടം കയറി നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നതിന്റെ സങ്കടേ ഉള്ളൂ എനിക്ക്. എടി, അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? തൽക്കാലം വിശ്വസിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ കമ്പനി പൂട്ടണം. ഏത് വേണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അയാൾ വെറുതെ ഒന്നും അല്ല കാശ് തരുന്നത്. 2 കണ്ടീഷനും ഉണ്ട്. അതിലൊന്ന് ഞാൻ കമ്പനിയുടെ ഭരണം ഏറ്റെടുക്കണമെന്ന്. പിന്നെ നമ്മുടെ മാനേജറെ മാറ്റണമെന്ന്. നീ എന്തു വരണേ ഈ പറയുന്നത്? വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ. അച്ഛന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ. ഈ കമ്പനി ഇന്ന് കാണുന്ന നിലയിലാക്കിയത് അയാൾ ഒരുത്തനാ. പൂട്ടണോ വേണ്ടായോ അത് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് ശരി. അപ്പോ 20 ലക്ഷത്തിന്റെ വില അത്രയുമാണ്. തൽക്കാലം വേറെ മാർഗമില്ല പ്രവീൺ ചേട്ടാ, അത് മനസ്സിലാക്ക്. നമുക്ക് നമ്മളെ അറിയാലോ. ആ കസേരയിൽ ഞാൻ ഇരുന്നാലെന്ത്, പ്രവീൺ ചേട്ടൻ ഇരുന്നാലെന്ത്? കാര്യം നടന്നാ പോരെ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാ പോരെ. ഞാൻ നോക്കിയിട്ട് ഇത് നമുക്ക് നല്ലതാ. 3 ലക്ഷം കിട്ടിയാ എന്തോന്നിന് തികയും? പലിശ കൊടുത്തങ്ങ് തീരും. 20 ലക്ഷം ഒന്നിച്ച് കിട്ടിയാ ഒരു കടം അപ്പാടെ വീട്ടാ. ബിസിനസ് എന്ന് പറയുമ്പോ കുനിയേന്റെ അടുത്ത് കുനിഞ്ഞു കൊടുത്താലേ ഞെളിയേന്റെ അടുത്ത് ഞെളിയാൻ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങൾക്ക് വേണേ മതി. അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ നാണം കെട്ട് വഴിനീളെ ഇരക്കാം. പ്രവീൺ ചേട്ടാ, അത് ശരി, പിന്നെയും തുടങ്ങാൻ പോവാണോ? ഇതൊക്കെ കേട്ടാ പിന്നെ കുടിക്കാതിരിക്കുന്ന എങ്ങനാ? നീ പറ. ഇപ്പൊ ഞാനൊരു കൊള്ളരുതാത്തവൻ. അവൻ എന്നെ ഇടിച്ചു താഴ്ത്തി. നീ അവന് കൂട്ടു നിൽക്കുന്നു. ചുമ്മാതിരിക്കും പ്രവീൺ ചേട്ടാ. ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരിക്കേ. ഇന്നിനിപ്പൊ കുടിക്കണ്ട, ഇരിക്കേ. ദേ, ഗുഡ് മോർണിംഗ് സർ. ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇന്ന് മാഡവും വന്നിട്ടുണ്ടല്ലോ. ശങ്കരൻകുട്ടി, മാഡത്തിനൊരു ഫ്രഷ് ജ്യൂസോ ചായയോ കൊണ്ടുവന്നേ. അതൊക്കെ പിന്നെ മതി രാധാകൃഷ്ണ. വന്നേ പറയട്ടെ.
ഈ കമ്പനി എനിക്ക് തന്നപ്പോൾ അച്ഛൻ എനിക്ക് പണിത് തന്ന ഈ മുറി, അതിൽ ഈ കസേരയും അച്ഛൻ്റെ സമ്മാനമായിരുന്നു. അറിയാവോ? സാറെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാനും രവി സാറും കൂടിയല്ലേ ഇത് പോയി വാങ്ങിച്ചത്. ഉം. അച്ഛൻ മോനെ ഈ കസേരയിൽ പിടിച്ചിരുത്തിയത് ഞാൻ ഇന്നും ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ആ, അരുണ എന്താ മടിച്ചു നിൽക്കുന്നത്? നമ്മൾ ഇന്നലെ അംഗീകരിച്ച പുതിയ വ്യവസ്ഥ അനുസരിച്ച് ഇനി ഈ കസേര നിന്റേതാണ്. ആ, ഇരിക്കേ. ഇതുണ്ടോ, ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് ഇരുത്തുവാ. അല്ല, വേറെ ആരെങ്കിലും കയറി ഇരിക്കുന്നതിലും നല്ലതല്ലേ എൻ്റെ ഭാര്യ ഇരിക്കുന്നത്, അല്ലയോ? ഇപ്പോ സ്ത്രീ സമത്വത്തിന്റെ കാലമാണല്ലോ, അവൾ ഇരിക്കട്ടെ. ആര് ഭരിച്ചാലും കമ്പനി നന്നാവണം, അതാണ് കാര്യം. കമ്പനി നന്നാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും രാധാകൃഷ്ണ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കമ്പനി നിങ്ങൾ ജോയിൻ ചെയ്ത കാലത്ത് ഒരു വലിയ ക്രൈസിസ് വന്നപ്പോൾ തൊഴിൽ സമരം പറ്റോ, നിങ്ങൾ അച്ഛനോടൊപ്പം നിന്നു. അത് പിന്നെ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. സമരം ശത്രുക്കൾ തട്ടിക്കൂട്ടിയതായിരുന്നു, ഞങ്ങളത് പൊളിച്ചു. രവി സാറിന് വേണ്ടി അന്ന് അതൊന്നും ഒരു ത്യാഗമായിട്ട് തോന്നിയിട്ടില്ല. ഈ കമ്പനി തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയോ വരണേ? വലിയൂട്ടാ, ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ ക്യാപിറ്റൽ പൈസയല്ല, ബിൽഡിങ്ങും അല്ല, ഈ രാധാകൃഷ്ണനാണെന്നാ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സന്തോഷം തോന്നും, പക്ഷെ കമ്പനി പൂട്ടേണ്ടി വരും. ഷീ സെഡ് ഇറ്റ്. അതുകൊണ്ട് രാധാകൃഷ്ണ, അതൊക്കെ പഴയ കാര്യങ്ങൾ. ഞാനിപ്പോൾ കമ്പനിയുടെ MD അല്ല, അതുപോലെ നിങ്ങളിപ്പോൾ മാനേജറും അല്ല. നിങ്ങളുടെ സേവനം ഇനി കമ്പനിക്ക് ആവശ്യമില്ല എന്ന് സാരം. സാർ, പുതിയ MD ഒപ്പിടുന്ന ആദ്യത്തെ കടലാസ് അതായിരിക്കും, നിങ്ങളുടെ ടെർമിനേഷൻ. കിട്ടാനുള്ള തുക 2 മാസത്തിനകം കമ്പനി അയച്ചു തരും. അതല്ലാതെ ഈ പരിസരത്ത് നിങ്ങൾ വരരുത്. അപ്പോൾ ഗുഡ് ലക്ക് പുതിയ MD. പഴയ മാനേജർ. മാഡം, ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. എനിക്കറിയാം, ഞാനും ഒരു പ്രാരാബ്ധക്കാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രാരാബ്ധം ദേ കണ്ടില്ലേ, എൻ്റെ ഭർത്താവ് തന്നെ. ഐ ആം ഹെൽപ്ലെസ്. സോറി. ഇനിയാണ് കളി, കണ്ടോളണം. ചേട്ടന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. അല്ല, സ്വന്തം ചേട്ടനാണേലും പറയാനുള്ളത് പറയണമല്ലോ. ആ, നിങ്ങൾക്ക് ചേരുന്നത് അരുണ ചേച്ചിയായിരുന്നു. ഒരു പാഠം പഠിച്ചേനെ. സത്യം പറഞ്ഞ ഞാനും ഓഫീസിൽ വന്നാലോ എന്ന് ആലോചിക്കുക. നേരത്തെ അത് ചെയ്യേണ്ടതായിരുന്നു. അതിന് ഞാൻ പ്രവീണല്ലടി. ഞാൻ കുടിച്ചു കൂത്താടി നടക്കാറുമില്ല. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഓഫീസിൽ വന്നിരിക്കേണ്ട കാര്യമൊന്നും തൽക്കാലമില്ല. കുടിക്കുന്നില്ലെന്നത് സമ്മതിക്കാം, പക്ഷേ കൂത്താട്ടത്തിന് കുറവൊന്നുമില്ലല്ലോ. ഏതായാലും രവീന്ദ്രനാഥ സാറിന്റെ 2 മക്കളും ഒന്നിനൊന്ന് മിടുക്കന്മാരാ, അത് സമ്മതിക്കാതെ വയ്യ. ആ, കമ്പനി പൊളിയാൻ തുടങ്ങുന്ന കാലത്ത് നിന്നെ വിളിക്കാം. അന്നേരം നീ പോയി നന്ദുവിനോട് ചോദിച്ചാ നിനക്കും കിട്ടും 10-20 ലക്ഷം. അയ്യോ, അങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ എനിക്ക് വലിയ മിടുക്കൊന്നുമില്ലേ. അതൊക്കെ അരുണ ചേച്ചിക്ക. തൽക്കാലം കമ്പനി നിന്റെ ആവശ്യമില്ല, ഉണ്ടാവുമ്പോ ഞാൻ അറിയിക്കാം. അത് ശരിയാ. എന്റെ ആവശ്യം എന്താ? അവിടെ ഡോളി മേരി വർഗീസ് ഉണ്ടല്ലോ. കൊള്ളാവുന്ന അച്ഛനമ്മമാർക്കൊക്കെ കൊള്ളരുതാത്ത മക്കളുണ്ടാവുമെന്ന് എന്റെ അച്ഛൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോ നിങ്ങളുടെ കുടുംബത്തിലാ ഞാൻ കണ്ടത്. നമ്മുടെ കമ്പനി വല്ല ഡോളിയും കൊണ്ടുപോയില്ലെങ്കിൽ അതെന്റെ അച്ഛനമ്മമാരുടെ സുഹൃതം. എടി, നിനക്കേതാണ്ട് സംശയരോഗ. ഒരു പെണ്ണ് ഏതാണ്ട് വന്ന് പറഞ്ഞെന്നും പറഞ്ഞു തുടങ്ങിയതാ. ഒരു കുടുംബജീവിതത്തിൽ അത്യാവശ്യം വേണ്ടത് ഭർത്താവിനോടുള്ള വിശ്വാസമാ. അതില്ലെങ്കിൽ പിന്നെ ജീവിതം കോഞ്ഞാട്ടയാവും. അയ്യോ, എനിക്ക് വലിയ വിശ്വാസമാ. ഞാൻ എത്ര കാലമായിട്ട് കാണുന്നതാ. യമുനെ, വെറുതെ എന്നെ കയറി ചൊറിയാൻ വരരുത്, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ ചൊറിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ചൊറിയാൻ മാത്രമല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. പറടി, ധൈര്യം ഉണ്ടെങ്കിൽ പറ. അടിച്ചു നിന്റെ കരണക്കുറ്റി പൊട്ടിക്കും. ഞാൻ പറയുന്നല്ലേ പ്രശ്നം. നിങ്ങൾക്ക് എന്ത് വൃത്തിയോടും കാണിക്കാം. അങ്ങനെ വൃത്തികെട്ടവനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ കെട്ടിക്കയറി നിൽക്കുന്നത്? പോകാൻ വയ്യായോ?
അന്ന് വലിയ ഗമയില് പെട്ടിയും തൂക്കി പോയതാണല്ലോ, പിന്നെന്താ ഇങ്ങ് തിരിച്ചു പോന്നത്? അങ്ങനെ അങ്ങ് പോയി നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരാൻ എനിക്ക് മനസ്സില്ല, അതാ തിരിച്ചു വന്നത്. അല്ലേ തന്നെ ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? ഈ വീട് എന്റെ പേരില്ല. ആ, അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്തു പോയി. Will you please stop this nonsense? Don't disturb me. I have to study. ഒന്ന് വേഗമാകട്ടെ വിനീതേ, പടം കൃത്യം 6:15 തന്നെ തുടങ്ങും. ഞാനിതാ വന്നു കഴിഞ്ഞു. എത്ര നാളുകൊണ്ടുള്ള ആഗ്രഹമാ നിന്നെയും കൊണ്ടൊരു സിനിമയ്ക്ക് പോണമെന്ന്. സിനിമയ്ക്ക് മാത്രമല്ല, ഉത്സവത്തിനും വള്ളം കളിക്കും മണ്ണാറശാല അയിലത്തിനും ഒക്കെ നമുക്ക് ഒരുമിച്ച് പോണെന്ന് ഞാനും കൊതിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി. പോ. അമ്മ ഇതെവിടെ പോകുന്നു? സിനിമയ്ക്ക്. എത്ര കാലായടാ ഞാനൊരു സിനിമ കണ്ടിട്ട്. സിനിമാ തിയേറ്ററിനകത്ത് കയറിയാൽ ഛർദിക്കൊന്ന് അമ്മ തന്നെയല്ലേ പറയാറ്. എന്നിട്ട് ഇപ്പം എന്താ ഈ മനമാറ്റം? ഞാൻ വിളിച്ചപ്പോഴൊന്നും അമ്മ എൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ. അന്നൊക്കെ നീ തനിച്ചല്ലേ പോവാറ്. ഇപ്പൊ എന്റെ മരുമകളും കൂടെയുണ്ട്. എടാ, ഈ സുന്ദരി കുട്ടിയുടെ കൂടെ നടക്കാൻ ഈ മീൻകാരി നാരായണിക്ക് യോഗം ഉണ്ടായ കാര്യം നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. വിനീതേ, ഞാൻ വരുന്നില്ല. അമ്മയും മോനും കൂടെ അങ്ങ് പോയാ മതി. മുരളിച്ചേട്ടന്റെ അമ്മയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നായയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരോ? അന്ന് ശകാരിച്ചും തല്ലി ശിക്ഷിച്ചു, ഇന്ന് സ്നേഹം അഭിനയിച്ച് ശിക്ഷിക്കുന്നു. എന്റെ പൊന്നു വിനീതേ, ഇന്നൊരു ദിവസത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അമ്മയും കൂടി വന്നോട്ടെ. അമ്മ ഒരുങ്ങിപ്പോയില്ലേ? നമ്മൾ സംസാരിക്കുന്നതൊക്കെ അമ്മ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്നവരും അമ്മ എങ്ങനെ അറിഞ്ഞു? ഞാൻ വരുന്നില്ല. 2 ടിക്കറ്റല്ലേ ഉള്ളൂ. അമ്മയും മോനും കൂടെ പോയിട്ട് വാ. ഹോ, ടിക്കറ്റിന്റെ കാര്യം ആലോചിച്ച് മോള് വിഷമിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്. ഇന്നത്തെ ചെലവ് അമ്മയുടെ വകയാ. ഇന്ന് ഏതായാലും എനിക്ക് ഇനി അരി വെക്കാനൊന്നും വയ്യ. തിരിച്ചു വരുമ്പോ നമുക്ക് ഏതായാലും നല്ല ചായക്കടയിൽ കയറി വലുത് കഴിച്ചിട്ട് വരാം. ആ, മോളിറങ്ങി വാ. ആ, ദേ അസൂയക്കാരികളെ അയൽപ്പക്കത്തൊക്കെ നോക്കിയിരിക്കുക. നീ ഞാനും പിണങ്ങുന്നത് കാണാൻ. ആ, മോള് വാ. ദേ അവളുമാരൊന്ന് കാണട്ടെ. ദൈവമേ, മണി 5 ആകുന്നു. ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങണം. അമ്മയും കൂടെ കൊണ്ടുപോട മോനെ. ദേ മോളുടെയും നെൻ്റെയും കൂടെ എനിക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ ആശയില്ലേടാ. ദേ ഞാൻ പോയി അടുക്കള പൂട്ടിട്ട് ഇപ്പൊ വരാം. വിനീതേ, ഇറങ്ങ് പ്ലീസ്. ഒരുപാട് ബുദ്ധിമുട്ടി സംഘടിപ്പിച്ച ടിക്കറ്റാ. നീ വാ. നമ്മൾ ചെന്നില്ല മോശമാ. അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്നെങ്ങാനും പറയാ. പിന്നെ മുരളിച്ചേട്ടൻ കുറെ പറയും, ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ പുറത്ത് നിർത്തിയിട്ട് അമ്മ ഇരുന്ന് സിനിമ കാണും. അമ്മയെ മുരളിച്ചേട്ടൻ മനസ്സിലാക്കി കാണില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അവര് മുമ്പ് എന്നെ ദ്രോഹിച്ചു കൊന്നു, ഇപ്പൊ സ്നേഹിച്ചു കൊല്ലുന്നു. ഞാൻ കാല് പിടിച്ചു പറയാം. പോ അങ്ങോട്ട്. നീ എന്റെ കൂടെ വരണം പ്ലീസ്, ഇന്നൊരു ദിവസത്തേക്ക്. എന്റെ വിധി. ഞാൻ വന്നേക്കാം. സിനിമാ തിയേറ്ററിന്റെ വരാന്തയില് ഇന്ന് 3 മണിക്കൂർ ഞാൻ നിൽക്കേണ്ടി വരും. നോക്കിക്കോ. സാരമില്ല, ഇതെന്റെ ശിക്ഷയാ. ജീവനെ പോലെ ലാളിച്ചു വളർത്തിയ കൊച്ചേട്ടന്റെ മുഖത്ത് കരിയും വരുത്തിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതാണല്ലോ. അതിനെനിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടാതിരിക്കുന്നത് ശരിയല്ല. എന്റെ പാപ ഇങ്ങനെ തീരട്ടെ. അയ്യോ, സിനിമ കാണുന്നതിനൊന്നും ഒരു പാപമില്ല. നീ ധൈര്യമായിട്ട് വാ. അമ്മയില്ലേ കൂടെ? വർത്താനം പറഞ്ഞു കണ്ട വേഗം കേട്ട് ഇറങ്ങടാ. ആ, ഒന്ന് വേഗം ഇറങ്ങ എന്റെ മക്കളെ. സിനിമ തുടങ്ങിയിട്ട് പിന്നെ കണ്ടിട്ട് എന്താ ഒരു രസമുള്ളത്. ഓ, വേഗം വാ. വാ. അവളെന്തി? ആ, മോളിങ്ങോട്ട് വന്നേ. ആ, അമ്മ വാതിൽ കൂട്ടട്ടെ. കൃഷ്ണ, വന്നേ. നേരെ നടക്കും മോളെ. എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട്. നോക്ക്.
എല്ലാരും കൂടെ നേരം വൈകി നേരത്തെ എങ്ങോട്ടാ? എടി നാരായണി, അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നിന്റെ വീട്ടിൽ വൈകുന്നേരമായ ഒരു വിളക്ക് കത്തിച്ചു വെക്കണമെന്നൊന്നും ഇല്ലേ? അല്ല, നിങ്ങൾ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കാണത്തില്ലെന്നാണല്ലോ അപ്പുക്കുട്ടൻ പറഞ്ഞത്. അയ്യോ, ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തതാ ചെല്ലമ്മച്ചി. അതെ, നിങ്ങൾ പോയില്ലെങ്കിൽ എന്റെ കാര്യം വെള്ളത്തിലാവും. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ആ ടിക്കറ്റിങ് തന്നാ മതിയായിരുന്നു, ഞാൻ ബ്ലാക്കിൽ വിറ്റാനെ. ഞങ്ങൾ പോകുക അപ്പുക്കുട്ട. ഓ, അത് ശരി. എന്നാ പിന്നെ വേഗം പൊയ്ക്കോ, സിനിമ തുടങ്ങാൻ നേരമായി. നാരായണി, നീ വാ. ഇവിടെ വാടി. വിളിക്കുന്നു. വാടി ഇവിടെ. നീ എങ്ങോട്ട് പോവുക? ഞാൻ പിള്ളേരുടെ കൂടെ സിനിമയ്ക്കോ? നാണമില്ലല്ലോടി നിനക്ക് ഈ പ്രായത്തിൽ പിള്ളേരുടെ കൂടെ സിനിമയ്ക്ക് പോവാൻ. ഇപ്പോഴത്തെ സിനിമകൾ പലതും അമ്മയ്ക്കും മോനും മരുമകൾക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയതല്ല. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതോ? വിനീത മോൾ ഒരുപാട് അങ്ങ് നിർബന്ധിച്ചപ്പോ ഞാനും പോന്നു. അവള് നാളെ അമ്മ ഒരു കല്യാണം കൂടെ കഴിക്കണം എന്ന് പറഞ്ഞാ നീ സമ്മതിക്കോ? ഡേ, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ വേണം. നിനക്ക് വയസ്സ് 10-60ആയി. ഈ പ്രായത്തിൽ സിനിമയ്ക്കല്ല പോവേണ്ടത്. അഥവാ പോയാലും ഈ പിള്ളേരുടെ തോളയെ കയറി അവർക്കൊരു ഭാരമായിട്ട് പോരും. നമ്മള് കിളവിമാര് തന്നെ പോണം, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവരെ കൂടെ പോണം. നിനക്ക് എത്ര സിനിമ കാണണം? ഞാൻ വരാടി കൂടെ. എനിക്ക് ഈ സിനിമയും നാടകമൊക്കെ വലിയ ഇഷ്ടപ്പെട്ട കൂട്ട് കിട്ടാത്തോണ്ട് പോവാത്ത. മക്കളെ, നിങ്ങൾ സമയം കളയാതെ അളിയന്മാരും പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും